വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അവീവസ് ആണ് മക്കളെ. നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള ഒരു പേരാണ് ഹോമോഫോൺസ് എന്നുള്ളത് അല്ലെ. പക്ഷെ എന്താണ് ഹോമോഫോൺസ്, അതിന്റെ എക്സാമ്പിൾസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോമോഫോൺസ് വിത്ത് എക്സാമ്പിൾസ് ആണ്. സോ നിങ്ങൾക്ക് ഇത് അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്തെടുക്കുക ആൻഡ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മൾ ഒരേപോലെ ആയിരിക്കും സൗണ്ട് ചെയ്യുന്നത്, പക്ഷേ ഡിഫറെന്റ് മീനിങ്സ് ആയിരിക്കും, സ്പെല്ലിംഗും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? എയ്റ്റ് എന്ന് വിളിക്കാം അല്ലെ. അതുപോലെ തന്നെ നമ്പർ 8 എന്നുള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം? 8 എന്ന് വിളിക്കാം. സോ ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? ഇവിടെ ഒരേപോലെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, പക്ഷേ ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്സ് ആണുള്ളത് അല്ലെ. 8 എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം കഴിക്കുന്നതിനെ നമ്മൾ 8 എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്പർ അല്ലെ, 8നെ നമ്മൾ 8 എന്നാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്സും ഒരേപോലത്തെ പ്രൊനൗൺസിയേഷനും ഉള്ള വേർഡ്സിനെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ. ബായ് അല്ലെ, നമ്മളിതാ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാൻ നേരം ഫ്രണ്ട്സിന്റെ അടുത്ത് ബായ് എന്ന് പറഞ്ഞിട്ട് പോകാറുണ്ട് അല്ലെ. നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നതിന് എന്താണ് പറയാ? BUY ബൈ എന്നാണ് പറയാ. സോ ഇവിടെ രണ്ടിടത്തും മീനിങ് ഡിഫറെന്റ് ആണ്, സ്പെല്ലിംഗ് ഡിഫറെന്റ് ആണ്, പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്നത് ബൈ എന്നാണ്. അപ്പൊ ഇതും എന്താണ്? ഹോമോഫോൺസിന് ഒരു എക്സാമ്പിൾ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇനി ഹോമോഫോൺസ് ഉണ്ടോ? ഉണ്ട്. സെൽ. നമുക്കറിയാം, നമ്മൾ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എന്താണ് സെല്ലിൽ അടച്ചിടാന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പൊ അതിനെ നമ്മൾ സെല്ലെന്ന് വിളിക്കും. ഇനി നമ്മൾ എന്തെങ്കിലും സാധനം വിൽക്കുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? അതിനെയും നമ്മൾ സെല്ലെന്നാണ് വിളിക്കുക. ഇനി ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയും സെല്ലെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം സെല്ലെന്നാണ് പറയുന്നത്, പക്ഷേ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള അർത്ഥങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഫ്ലവർ അല്ലെ. FLOWER ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കൾ എന്നാണ് അർത്ഥം. പക്ഷെ FLOUR ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മുടെ പൊടികളില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ അരിപ്പൊടി, അല്ലെങ്കിൽ വീറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഗോതമ്പ് പൊടി. അപ്പൊ ഇതുപോലെ നമ്മൾ എന്തിന്റെയെങ്കിലും പൊട്ടിച്ചെടുക്കുന്ന ഫോമിനെയാണ് നമ്മൾ ഫ്ലവർ എന്ന് പറയുന്നത്. സോ FLOWER എന്ന് പറയുന്നത് ഫ്ലവർ പൂക്കളാണെന്ന് നമുക്കറിയാം. പക്ഷേ FLOUR ഫ്ലോർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തെങ്കിലും പൊടികളെയാണ് പറയുന്നതെന്ന് നമുക്കറിയാം. സോ ഇവിടെയും നമ്മൾ ഹോമോഫോൺസിന്റെ എക്സാമ്പിൾ ആണ് നോക്കിയത് അല്ലെ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ ആണ് ടെയിൽ. നമുക്കറിയാം TAIL. ടെയിൽ എന്താണെടാ? നമ്മള് വാലെന്നൊക്കെ പറയാം അല്ലെ. ബട്ട് TALE ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഥകൾക്ക് ടെയിൽസ് എന്നാണ് പറയാറല്ലേ. അപ്പൊ ഇവിടെയും എന്താണ് നമ്മൾ കണ്ടത്? ഒരേ പ്രൊനൗൺസിയേഷൻ ബട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്സ് ആണ്. സോ ഇതും എന്താണെടാ? ഹോമോഫോൺസിന്റെ എക്സാമ്പിൾസ് ആണ്. വേറൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. വീക്ക്, WEAK. വീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ, നമ്മൾ ക്ഷീണിച്ച് ഇങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോൾ നമ്മള് വീക്കാണ് നമ്മൾ പറയാറുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ ആഴ്ചകളെ അല്ലാന്നുണ്ടെങ്കിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്താണത്? വീക്കാണ്. WEEK വീക്കാണ്. സോ ഇവിടെയും പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, അർത്ഥങ്ങൾ ഡിഫറെന്റ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ ആണ്, ലാസ്റ്റ് എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. സ്റ്റീൽ. നമ്മൾ എന്തെങ്കിലും മോഷ്ടിക്കുക, അതിന് നമ്മൾ എന്താ പറയാ? സ്റ്റീൽ എന്നാണ് പറയാ അല്ലെ. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു മെറ്റൽ നമ്മൾ കണ്ടിട്ടില്ലേ, സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഇവിടെ എന്താണ്? STEEL ആണ് സ്റ്റീൽ, പക്ഷെ നമ്മൾ മോഷ്ടിക്കുമ്പോൾ STEAL ആണ് സ്റ്റീൽ. അപ്പൊ ഇവിടെയും എന്താണ്? ഒരു പ്രൊനൗൺസിയേഷൻ ആണ്, പക്ഷേ ഡിഫറെന്റ് മീനിങ് ആണ്. അപ്പൊ ഇതുപോലെയുള്ള ഹോമോഫോൺസിന് എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. സോ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.